ലോകത്തിന് ആരായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ? ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ എന്നുള്ളത് വളരെ പരിമിതമായ ഒരു വിശേഷണമാണ്. അതിനപ്പുറത്ത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പ്രതീക്ഷ, ഹോപ്പ്, അതായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ. പാർശ്വവൽക്കരിക്കപ്പെട്ട, അരികുകളിലേക്ക് നീക്കി നിർത്തപ്പെട്ട പരിത്യക്തരായ മനുഷ്യരെ സംബന്ധിച്ച് അദ്ദേഹം മാനവികതയുടെ പതാകവാഹകനായിരുന്നു. ഈ ഹോപ്പ് എന്ന ആ പദം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥയ്ക്കും. ജീവിച്ചിരിക്കുമ്പോൾ ആത്മകഥ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരേ ഒരു മാർപ്പാപ്പയാണ് ഫ്രാൻസിസ് പാപ്പ. ഫ്രാൻസിസ് പാപ്പ എന്താണ് എന്ന് അദ്ദേഹം യഥാർത്ഥത്തിൽ ഈ പുസ്തകത്തിൽ ഹൃദയം തുറക്കുന്നുണ്ട്. അദ്ദേഹം നിലകൊണ്ട മൂല്യങ്ങൾ, അദ്ദേഹം മുന്നോട്ട് വെച്ച മൂല്യവ്യവസ്ഥ എന്താണ് എന്ന് പാപ്പ തന്നെ വിശദീകരിക്കുന്നത് എങ്ങനെയാണ് എന്ന് നമുക്ക് ഈ പുസ്തകം വായിക്കുമ്പോൾ മനസ്സിലാവും. ലൈംഗിക ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ച് കത്തോലിക്ക സഭയുടെ വളരെ യാഥാസ്ഥിതികമായ നിലപാട് പൊളിച്ചെഴുതിയത് ഫ്രാൻസിസ് മാർപ്പാപ്പയാണ്. അങ്ങേയറ്റം യാഥാസ്ഥിതികമായ ലൈംഗിക ന്യൂനപക്ഷങ്ങളെ, അല്ലെങ്കിൽ ഭിന്ന ലൈംഗിക താല്പര്യങ്ങളെ ഉൾച്ചേർക്കാത്തതായിരുന്നു അന്നോളമുള്ള സഭയുടെ നിലപാട് എങ്കിൽ വത്തിക്കാനിലേക്ക് ട്രാൻസ്ജെൻഡർമാരുടെ ഒരു കൂട്ടം എത്തുന്നത് പാപ്പയുടെ സമയത്താണ്. അദ്ദേഹം ഹോമോസെക്ഷുവാലിറ്റിയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ അഭിപ്രായം സഭയുടെ അഭിപ്രായമായി തന്നെ പ്രഖ്യാപിക്കുന്നുണ്ട്. അദ്ദേഹം അത് അവരുടെ വരവ് എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് എന്ന് നോക്കിയാൽ നമുക്കതേക്കുറിച്ച് കൃത്യമായി ഒരു ധാരണ കിട്ടും. അദ്ദേഹം പറയുന്നത്, ആദ്യമായിട്ട് ട്രാൻസ്ജെൻഡർമാരുടെ ഒരു കൂട്ടം വത്തിക്കാനിൽ വന്നപ്പോൾ ഞാൻ അവരുടെ കരം ഗ്രഹിച്ചു, ആ കൈ ഞാൻ ചുംബിച്ചു, അപ്പോൾ അവർ കണ്ണീരണിഞ്ഞു എന്നാണ്. പാപ്പ ചോദിക്കുന്നത്, ഞാൻ ചെയ്തത് ഒരു സാധാരണമായ കാര്യമാണ്, അസാധാരണമായി ഞാൻ എന്തോ ചെയ്തു എന്ന മട്ടിലാണ് ഇവർ വികാര വിവശരായത്. എന്തിനാണത്? അവർ ദൈവത്തിൻ്റെ മക്കളല്ലേ, അവരും ദൈവത്തിൻ്റെ മക്കളല്ലേ എന്ന ചോദ്യമാണ് പാപ്പ ലോകത്തോട് ചോദിച്ചത്. തുടർന്ന് അദ്ദേഹം ഈ ഹോമോസെക്ഷുവാലിറ്റി ഒരു ക്രൈമല്ല എന്ന് വിശദീകരിക്കുന്നു. അദ്ദേഹം പറയുകയാണ്, 60-ലധികം രാജ്യങ്ങൾ ഹോമോസെക്ഷുവാലിറ്റി ഒരു ക്രൈമായി കാണുന്നുണ്ട്. 12 രാജ്യങ്ങളിൽ വധശിക്ഷ കിട്ടാവുന്ന ഒരു കുറ്റമാണ്. ബട്ട് ഹോമോസെക്ഷുവാലിറ്റി ഈസ് നോട്ട് എ ക്രൈം, ഇറ്റ് ഈസ് എ ഹ്യൂമൻ ഫാക്ട് ആൻഡ് ദ ചർച്ച് ആൻഡ് ക്രിസ്ത്യൻസ് കനോട്ട് റിമൈൻ ഇൻഡിഫറൻറ്റ് ഇൻ ദ ഫേസ് ഓഫ് ദിസ് ക്രിമിനൽ ഇൻജസ്റ്റിസ്. ഈ കുറ്റകരമായ അനീതിയോട്, അതായത് ലൈംഗിക ന്യൂനപക്ഷങ്ങളെ ക്രിമിനലുകളായി പരിഗണിക്കുന്ന ഈ കുറ്റകരമായ അനീതിയോട് ക്രിസ്ത്യൻ സഭ മുഖം തിരിഞ്ഞ് നിൽക്കാൻ പാടില്ല, അവർക്കൊപ്പം നിൽക്കണം എന്ന് പാപ്പ വാദിക്കുകയാണ്. അന്നോളമുള്ള നിലപാടുകളെ അദ്ദേഹം വിപ്ലവകരമായി എങ്ങനെയാണ് പൊളിച്ചെഴുതിയത് എന്നതിൻ്റെ നിദർശനമാണിത്. തുടർന്ന് അങ്ങോട്ട് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്, ലൈംഗിക ന്യൂനപക്ഷങ്ങൾ ഒരിക്കലും ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് ഒട്ടും കുറവുള്ളതല്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നത്, കാനോനികമായ ഒരു നിയമവും ഒരു ശുശ്രൂഷയിൽ നിന്നും ഇവരെ വിലക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ നിലപാട് എന്നുള്ളതിനപ്പുറത്ത് ഇതാണ് ക്രിസ്ത്യാനിറ്റി പറയുന്നത് എന്ന് അദ്ദേഹം ഊട്ടി ഉറപ്പിക്കുകയാണ്. ഒരു തരത്തിലുള്ള വിവേചനവും അനുവദിക്കപ്പെടില്ല എന്ന് അദ്ദേഹം ഉറപ്പിക്കുക കൂടിയാണ്. അങ്ങനെ ആ നിലയ്ക്ക് അത്രയും വിശാലമായ വീക്ഷണത്തിൽ അദ്ദേഹം ദൈവമക്കളെ കണ്ടു എന്ന് നമുക്ക് അതിൽ നിന്ന് മാത്രം പറയാൻ കഴിയും. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ലോക സമാധാനത്തെ സംബന്ധിച്ചും അദ്ദേഹം ഒരു ചർച്ചിൻ്റെ തലവനാണ്. ചർച്ചിൻ്റെ തലവൻ ചർച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാൻ നിയുക്തനായ ആളാണ്. പക്ഷേ അദ്ദേഹം ആഗോള സമാധാനത്തിന് വേണ്ടി എന്തെല്ലാം ചെയ്തു അത് ഭാവി തലമുറയ്ക്കുള്ള ഒരു പാഠപുസ്തകമാണ്. ഇപ്പോൾ പോപ്പിൻ്റെ കൈമുത്തുക എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് വലിയ കാര്യമാണ്. പോപ്പിൻ്റെ കൈമുത്താൻ അവസരം കിട്ടി എന്ന് ഒരാൾ വളരെ അഭിമാനപൂർവ്വം പറയുന്ന കാര്യമാണ്. ഒരുപാട് പേർക്കൊന്നും സാധിക്കുകയുമില്ല. അപ്പോൾ പോപ്പ് കാൽമുത്തിയാലോ? ഈ അഭൂതപൂർവമായ സംഭവത്തെക്കുറിച്ച് പോപ്പ് അദ്ദേഹത്തിൻ്റെ ഈ ഹോപ്പ് എന്ന പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. സൗത്ത് സുഡാനിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അദ്ദേഹം സാന്റാ മാർട്ടയിൽ 2019 എത്തിയപ്പോൾ വലിയ ആഭ്യന്തര കലാപമാണ്. അവിടെ സമാധാനം വളരെ അകലെയാണ്, മനുഷ്യരുടെ ചോര വീഴുകയാണ്. ആ സന്ദർഭത്തിൽ സൗത്ത് സുഡാനിലെ നേതാക്കളുമായി നടത്തിയ ചർച്ചയ്ക്കൊടുവിൽ പോപ്പ് ചെയ്തത് നിലത്തിരുന്ന് അവരുടെ കാല് ചുംബിക്കുകയാണ്. അദ്ദേഹം ആ കാര്യം അവസാനമായി സൂചിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, ഐ ബെഗ്ഡ് ഓഫ് ദം ആസ് എ ബ്രദർ. ഒരു സഹോദരനെ പോലെ ഞാൻ അവരോട് യാചിച്ചു. അങ്ങനെ സമാധാനം യാചിച്ച് ചോരപ്പുഴ ഒഴിവാക്കാൻ, മനുഷ്യർക്ക് സമാധാനം നൽകാൻ ഈ നേതാക്കളോട് അവരുടെ കാൽ തൊട്ട് കാൽ ചുംബിച്ച് യാചിച്ച ഒരു മഹാപ്രവാചകനാണ് മറഞ്ഞു പോകുന്നത്. അത്രയും വിശാല മനസ്കത, അതല്ലെങ്കിൽ സമാധാനത്തിന് വേണ്ടിയുള്ള കമ്മിറ്റ്മെൻറ്റ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഇപ്പോൾ നമുക്കറിയാം, ഇസ്രായേൽ പലസ്തീൻ പ്രശ്നം 1948 മുതലല്ല, അതിനു മുൻപേ തന്നെ ലോകത്തെ സംബന്ധിച്ച് ലോകത്തിൻ്റെ ഒരു വൂണ്ടാണ്. അദ്ദേഹം എന്താണ് ഈ വിഷയത്തിൽ ചെയ്തത് എന്ന് നമ്മൾ പരിശോധിച്ചാൽ അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകളിൽ നിന്ന് 2013
ഫ്രാൻസിസ് മാർപ്പാപ്പ പാപ്പയായി ചുമതലയേൽക്കുന്നത്. തൊട്ടടുത്ത വർഷം 2014 അദ്ദേഹം ജെറൂസലേം സന്ദർശിച്ചു. ജെറൂസലേം നമുക്കറിയാം ക്രിസ്ത്യാനിറ്റിയുടെ ഏറ്റവും വിശുദ്ധമായ സ്ഥലമാണ് ജെറൂസലേം. അപ്പോൾ ജെറൂസലേമിൽ അദ്ദേഹം ഈ വെയിലിംഗ് വാളിൽ തിരുക്കർമ്മങ്ങൾ ചെയ്തു. അതിനുശേഷം അദ്ദേഹം ജെറൂസലേമിൽ നിന്ന് ബത്ലഹേമിലേക്ക് പോവുകയാണ്. ബത്ലഹേമാണ് യേശു ജനിച്ച സ്ഥലം, യേശുവിൻ്റെ ജന്മസ്ഥലമാണ്. അങ്ങനെ രാമള്ള വഴി പോകുന്നതിനിടയ്ക്ക് വെയിലിംഗ് വാള് അദ്ദേഹം സന്ദർശിച്ചു, അവിടെ തിരുക്കർമ്മങ്ങൾ അർപ്പിച്ചു. അതിനുശേഷം പോകുന്നതിനിടയ്ക്ക് വലിയ നീണ്ട ഒരു മതിൽ കാണുകയാണ്. ആ മതിൽ ആണ് മനുഷ്യാവകാശ പ്രവർത്തകർ അപ്പാർത്തൈഡ് വാൾ എന്ന് വിളിക്കുന്ന ഇസ്രയേൽ പലസ്തീൻകാരെയും ഇസ്രയേൽകാരെയും വിഭജിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള വലിയ വാളിനെ കുറിച്ചാണ് ഈ പറയുന്നത്. അപ്പോൾ അദ്ദേഹം ഈ വലിയ മതിൽ കണ്ടു. ആ മതിലിൻ്റെ വശം വഴി സഞ്ചരിക്കുമ്പോൾ അദ്ദേഹം കാറ് നിർത്താൻ ഡ്രൈവറോട് ആവശ്യപ്പെട്ടു. അപ്പോൾ അത് സാധാരണ നിലയ്ക്ക് സാധ്യമാവുന്ന കാര്യമല്ല, കാരണം സെക്യൂരിറ്റി പ്രശ്നങ്ങളുണ്ട്. പക്ഷേ പോപ്പ് നിർബന്ധം പിടിച്ചു. മാർപ്പാപ്പ എനിക്കിവിടെ ഇറങ്ങിയേ പറ്റൂ എന്ന് പറയുന്നു. ഒടുവിൽ കാറ് നിർത്തി അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുകയാണ്. ജെറൂസലേമിൽ നിന്ന് ബത്ലഹേമിലേക്കുള്ള യാത്രാമധ്യേ വാഹനം നിർത്തി അവിടെ ഇറങ്ങി അദ്ദേഹം ആ മതിലിൽ മുഖം ചേർത്ത് അദ്ദേഹത്തിൻ്റെ നെറ്റി ചേർത്ത് നിൽക്കുന്ന ഒരു ഫോട്ടോഗ്രാഫുണ്ട്. ഒരു പക്ഷേ പോപ്പിനെ സംബന്ധിക്കുന്ന ഏറ്റവും വൈകാരികമായ നിമിഷങ്ങളിൽ ഒന്ന് എന്ന് പറയാം. ശരിക്കും ലോക സമാധാനത്തിനെ തന്നെ മുറിപ്പെടുത്തിക്കൊണ്ട് ഉയർന്നു നിൽക്കുന്ന ഒരു മതിലാണത്. ആ മതിൽ നെറ്റി ചേർത്ത് അദ്ദേഹം ഒരു നിമിഷം നിന്നു. അപ്പോഴേക്ക് പലസ്തീൻകാരായ മനുഷ്യർ അദ്ദേഹത്തിൻ്റെ ചുറ്റും കൂടുകയാണ്. അവിടെ നിന്ന് ബത്ലഹേമിൽ എത്തിയതിന് ശേഷമാണ് പോപ്പിന് ഈ വിഷയത്തിൽ എൻ്റെ ഭാഗത്തു നിന്ന് നിശിതമായ ഇടപെടൽ ഉണ്ടാകണം എന്നൊരാഗ്രഹം ഉണ്ടാകുന്നത്. അദ്ദേഹം രണ്ട് പക്ഷത്തെയും നേതാക്കളെ, അന്ന് ഷിമോൺ പെരസാണ് ഇസ്രായേലിനെ നയിക്കുന്നത്, മഹ്മൂദ് അബ്ബാസിനെയും ഷിമോൺ പെരസിനെയും അദ്ദേഹം വത്തിക്കാനിലേക്ക് വിളിക്കുന്നു. അങ്ങനെ പെരസും മഹ്മൂദ് അബ്ബാസും പാപ്പയും കൂടി വത്തിക്കാൻ ഗാർഡനിൽ ഒരു ഒലിവ് ചെടി നടുകയാണ്. ആ ഒലിവ് ചെടി നട്ടു, സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. സമാധാനമുണ്ടാകും എന്ന് മാർപ്പാപ്പ ആത്മാർത്ഥമായും ആഗ്രഹിച്ചു. 10 കൊല്ലം കഴിഞ്ഞ് അദ്ദേഹം പാപ്പ പറയാണ് 10 കൊല്ലം കഴിഞ്ഞ് ആ ഒലിവ് ചെടി വളർന്ന് വലിയ മരമായി. 15 അടി പൊക്കത്തിൽ മരം അവിടെ ഉണ്ടായി. പക്ഷേ തോക്കുകൾ നിശബ്ദമായില്ല, തോക്കുകൾ നിലച്ചില്ല, ചോരപ്പുഴ ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ പശ്ചിമേഷ്യയെ സംബന്ധിച്ച് അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ മാറിയിട്ടേയില്ല എന്ന ആ ഒരു വലിയ വേദന പോപ്പിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ അവസാന ദിവസങ്ങളിൽ പോലും ഉണ്ടായിരുന്നു. മരിക്കുന്നതിൻ്റെ തൊട്ട് തലേന്ന് ഈസ്റ്റർ സന്ദേശത്തിൽ പോലും ഗാസയിലെ വെടിനിർത്തലിനെക്കുറിച്ച്, ചോര ചൊരിച്ചിൽ ഒഴിവാക്കുന്നതിനെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത്. അത്രമേൽ കമ്മിറ്റ്മെൻറ്റ് അദ്ദേഹത്തിന് ആ കാര്യത്തിൽ, മനുഷ്യസ്നേഹത്തിൻ്റെ ഒരു മഹാപ്രവാചകൻ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന വിധത്തിൽ ചോരപ്പുഴ ഒഴിവാക്കണമെന്ന കാര്യത്തിൽ അത്രയും വലിയ ആത്മാർത്ഥത അദ്ദേഹത്തെ സംബന്ധിച്ച് ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ കോൺഫ്ലിക്റ്റിനെ കുറിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന വാചകങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. അദ്ദേഹത്തിൻ്റെ മുൻഗാമിയായ ജോൺ പോളിനെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്ന വരി "ദെർ ഈസ് നോ പീസ് വിത്തൗട്ട് ജസ്റ്റിസ്" എന്നാണ്. നീതി ഇല്ലാതെ സമാധാനം ഉണ്ടാകുകയില്ല. ഇസ്രയേൽ പലസ്തീൻ പ്രശ്നത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ നിലപാടായി നമുക്ക് ഒരു വാചകത്തെ സംഗ്രഹിക്കാൻ. തുടർന്നും അദ്ദേഹം പറയുന്നുണ്ട് "ബട്ട് ദെർ ഈസ് നോ ജസ്റ്റിസ് വിത്തൗട്ട് ഫോർഗീവ്നെസ്". ഫോർഗീവ് ചെയ്യാതെ, ഈ മാപ്പ് കൊടുക്കാതെ ജസ്റ്റിസ്, നീതി സാധ്യമാകില്ല എന്നും പരസ്പരം പുറത്ത് സമാധാനം പുലർത്തണം എന്ന ഒരു വലിയ ആഹ്വാനം പോപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. ആ ആഗ്രഹം, അദ്ദേഹം സമാധാനം പുലർന്നു കാണണമെന്ന ആഗ്രഹം ബാക്കി വെച്ചാണ് മടങ്ങുന്നത്. ഈ തരത്തിൽ മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി, മനുഷ്യത്വത്തിനു വേണ്ടി, മാനവികതയുടെ പക്ഷത്ത് നിന്ന് പോരാടിയ ഒരു വ്യക്തി എന്ന നിലയിൽ കൂടിയാണ് നമ്മൾ പോപ്പ് ഫ്രാൻസിസിനെ ഓർക്കേണ്ടത്. അദ്ദേഹം കേവലം ഒരു മതനേതാവ്, മതാധ്യക്ഷൻ എന്ന നിലയിൽ മാത്രമല്ല അടയാളപ്പെടുത്തിയത്. സ്വയം വിമോചന ദൈവശാസ്ത്രം പിറന്ന ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് അദ്ദേഹം കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷ സ്ഥാനത്തേക്ക് വന്നതിന് ശേഷം അദ്ദേഹം പോരാടിയത്, അദ്ദേഹം നിലകൊണ്ടത് ലോകത്തെ ഏറ്റവും അശരണരായ കുടിയേറ്റക്കാരും അതുപോലെ തന്നെ അബലരുമായ മനുഷ്യർക്ക് വേണ്ടി, അതുപോലെ ഈ റെഫ്യൂജികൾക്ക് വേണ്ടി, അഭയാർത്ഥികൾക്ക് വേണ്ടി, യുദ്ധഭൂമികളിൽ കൊല്ലപ്പെടുന്നവർക്ക് വേണ്ടി, ആ മേഖലകളിലൊക്കെ വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെടുന്നവർക്ക് വേണ്ടി, അങ്ങനെ ആശയറ്റ സകലരുടെയും ആശയായി നിന്ന ഒരു മഹാമനുഷ്യൻ വിടവാങ്ങിയിരിക്കുന്നു. ആ ഹോപ്പിനെ ഇനി ജ്വലിപ്പിച്ച് നിർത്തേണ്ടത് ഇനി വരുന്ന തലമുറയും ഇപ്പോഴുള്ള തലമുറയുമാണ്. ആ ഹോപ്പ് കെടാതെ കാക്കാൻ മനുഷ്യ സമൂഹത്തിന് കഴിയട്ടെ എന്ന് മാത്രമേ പറയാൻ കഴിയൂ.